അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനരായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനാണ്. അവിടുത്തെ ജീവചരിത്രത്തിൽ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ഏടാണ്. ഒരു കുഷ്ഠരോഗിയായ നായയെ അവിടുന്ന് ചികിത്സിച്ച് വേണ്ട പരിചരണങ്ങളൊക്കെ നൽകി അതിനെ സുഖപ്പെടുത്തി നാട്ടിൽ കൊണ്ടുവന്ന് വിട്ട ഒരു സംഭവം. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ മാത്രമല്ല, മഹാന്മാരായ എല്ലാ ആളുകളുടെയും ജീവചരിത്രത്തിൽ ഇത്തരം കാരുണ്യത്തിൻ്റെ പറ്റാത്ത നീരുറവയുടെ കഥ എമ്പാടും ഓർത്തെടുക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ഒരു മുഖവുര ഇടാൻ കാരണം നമ്മിൽ പലരും ഇന്ന് ഗസയിൽ പീഡനം അനുഭവിക്കുന്ന, പച്ചക്കരളുള്ള ഏതൊരു മനുഷ്യൻ്റെയും കരളലിയിപ്പിക്കുന്ന രീതിയിൽ ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ, അതുപോലെ തന്നെ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ എല്ലും തൊലിയുമായ രൂപത്തിൽ ഉള്ള മനുഷ്യരെ കിരാതമായി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. അതിൽ നിന്ന് അവർക്കൊരു രക്ഷ കിട്ടാൻ വേണ്ടി മഹാനരായ സുൽത്താനുൽ ഉലമ നിർദ്ദേശിച്ച ഇന്നത്തെ നോമ്പ് നോറ്റ് അവർക്കൊക്കെ വേണ്ടി കരള് പൊട്ടി ദുആ ചെയ്തവരാണ് നമ്മിൽ പലരും. അള്ളാഹു അവർക്ക് വലിയ രക്ഷ നൽകുമാറാവട്ടെ. എന്നാൽ ആ വിഷയത്തിലും കുറുവട്ടൂരികളായ ചില നരാധമന്മാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം ഒരു സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് വരാൻ പാടില്ലാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ആ വിഷയത്തിൽ വരികയാണ്. എ.പി. ഉസ്താദിനോടുള്ള ദേഷ്യം കാരണം, നമ്മുടെ പ്രസ്ഥാനത്തിനോടുള്ള അടങ്ങാത്ത പക കാരണം, കലിപ്പ് കാരണം, ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഫലസ്തീനിലെ കിരാത വാഴ്ചകൾക്ക് എതിരെ ലോകത്തെ അറബ് രാഷ്ട്രങ്ങളൊക്കെ രംഗത്ത് വന്ന ഈ ഒരു സാഹചര്യത്തിലും അതൊന്നും മുഖവിലക്കെടുക്കാതെ അതിലും ഉസ്താദിനെയും ഈ പ്രസ്ഥാനത്തെയും ട്രോളാനും ഉസ്താദിനെയും ഈ പ്രസ്ഥാനത്തെയും കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ വക കണ്ടെത്തുന്ന ഈ കുരുവട്ടൂരുകളുടെ കിരാതമായ മനസ്സ് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, അവർക്ക് ഇപ്പോൾ വിഷയം ത്വരീഖത്തോ ശരീഅത്തോ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തോ ഇസ്ലാമിൻ്റെ വളർച്ചയോ ഇതൊന്നുമല്ല അവരുടെ വിഷയം. അവരുടെ വിഷയം സുന്നത്ത് ജമാഅത്തിനെ തകർക്കുക എന്നുള്ളതാണ്. നാം അത് പല പ്രാവശ്യം പറഞ്ഞു വെച്ചതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷജീർ ബുഖാരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ പരിഹസിച്ചുകൊണ്ട് ഈ കുരുവട്ടൂരി ഗ്രൂപ്പുകളിൽ സജീവമായി ഇടപെടുന്ന ഒരാൾ എഴുതുന്നുണ്ട്, ഇങ്ങനെയാണ് ഗൾഫിലുള്ള എപ്പിക്കാരുടെ PP കുട്ടികളുടെ എന്നൊക്കെയാണ് അവർ എഴുതിയിട്ടുള്ളത് അവസ്ഥ എങ്കിൽ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ ഫലസ്തീനികൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങി എന്ന് പറഞ്ഞ് അവിടെ വധിക്കപ്പെട്ട ആളുകളെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ച് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രൂപത്തിൽ ഫലസ്തീനി മക്കളെ കൂട്ടക്കുരി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ കിരാതമായ വാഴ്ചയെപ്പോലും തങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിനെ എതിർക്കാനുള്ള എ.പി. ഉസ്താദിനെയും കൂടെയുള്ളവരെയും എതിർക്കാനുള്ള അവസരമായി കാണുന്ന ഇവർ തരീഖത്ത് കൊണ്ട് എന്താണ് നേടിയത്? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് അതാണ്. മഹാനരായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഷെയ്ഖായിരുന്നു, തരീഖത്തിൻ്റെ വലിയ മഹാനായിരുന്നു. അവിടുന്ന് കാണിച്ചു തന്നത് എന്നല്ല, അവിടുന്ന് മാത്രമല്ല തരീഖത്തിൻ്റെ പേരിലും ഇസ്ലാമിൻ്റെ പേരിലും അറിയപ്പെട്ട പണ്ഡിതന്മാരും അമ്പിയാക്കളും ഉലമാക്കളും ഒക്കെ, അതുപോലെ മശായിഖുമാരുമൊക്കെ കാരുണ്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഇതര ജീവികളോട് പോലും വലിയ മനസ്സലിവിൻ്റെയും കാഴ്ചയാണ് കാണിച്ചു തന്നതെങ്കിൽ ആധ്യാത്മിക ജീവിതമെന്ന് അവകാശപ്പെടുന്ന, ആധ്യാത്മിക സരണി എന്ന് അവകാശപ്പെടുന്ന ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വാട്സപ്പ് മെസ്സേജുകളിലുമൊക്കെ ഇവർ കൊണ്ടു നടക്കുന്ന അസഹിഷ്ണുതയും, അതല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് എതിരെയുള്ള ഉസ്താദിനെതിരെ എന്തും കിട്ടിയാൽ, ഉസ്താദ് എന്ത് പറഞ്ഞാലും, ഉസ്താദ് എന്ത് എഴുതിയാലും, എന്ത് പ്രസ്താവന നടത്തിയാലും അതിൻ്റെ അനുവാചകരാരാണെന്നോ അതുകൊണ്ടുള്ള ഗുണമാർക്കാണെന്നോ എന്ന് പോലും നോക്കാതെ, നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീനി മക്കളുടെ ദൈന്യതയേറിയ മുഖം പോലും ഒന്ന് മനസ്സിൽ വരാൻ പോലുമുള്ള മനസ്സലിവില്ലാത്ത രൂപത്തിൽ
ഇവര് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടിരിക്കുന്നു എന്നത് മനോഹർ അറിയേണ്ട ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ടീം അവര് നാടിന് തന്നെ അതുപോലെ തന്നെ ലോക മനസാക്ഷിക്ക് തന്നെ വിഘാതമായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സംഭവം, ഇവരുടെ കപടമുഖത്തെ വെളിവാക്കുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. നമ്മളൊക്കെ വഹാബികളാണ്, എപിക്കാരൊക്കെ വഹാബികളാണ് എന്ന് പറഞ്ഞ് AP സമസ്തയെയും AP ഉസ്താദിനെയും ഒക്കെ ഇങ്ങനെ വത്സിച്ചു കൊണ്ടിരിക്കുന്ന, ഉസ്താദിനെതിരെ കാടിളക്കിക്കൊണ്ടിരിക്കുന്ന ഇവർ തന്നെ അവർ APക്കാരൊക്കെ വഹാബികളാണ് എന്ന് പറയാൻ എന്ത് തെളിവാണോ അവർ കൊണ്ടുവന്നത്, അതൊന്നും തെളിവാകുന്നില്ലെങ്കിലും എന്ത് തെളിവാണോ കൊണ്ടുവരുന്നത്, അതേ തെളിവുകളും അതേ കാര്യങ്ങളും അപ്പുറത്തെ ടീമിന്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ ഇതിൽ കൂടുതലായി വിഷയത്തിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, വാട്സപ്പിലും മറ്റുമൊക്കെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ലിമ്ര മുഹമ്മദ് അക്ക എന്ന് പറയുന്ന ആള് SKSSFന്റെ 100ാം വാർഷിക സമ്മേളനത്തിന് അഭിവാദ്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ഇവരുടെ കപടമുഖത്തിന്റെ നേർചിത്രം നമുക്ക് അവിടെ വെളിവാകുകയാണ്. നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഈ ലിമ്ര മുഹമ്മദ് അക്ക എന്ന് പറഞ്ഞ ആള് 100ാം വാർഷികത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലക്സിന് സെൽഫിയൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, അവിടെയും പട്ടിക്കാട് കോളേജുകളിൽ ഇവർ നിറങ്ങുമ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട വഹാബിസവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ലോകർ അറിഞ്ഞതാണ്. അവസാനം മടവൂർ പറഞ്ഞു, അവരുമായി നമുക്ക് ബന്ധമില്ല, അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല. വഹാബിയോടാണത്. മടവൂരിന്റെ വഹാബിനോട് കടുത്ത ദേഷ്യം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും ഒക്കെ അറിഞ്ഞതാണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ അത് വിഷയമില്ല, വഹാബിസമില്ല. അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഇവർ കയറിനിറങ്ങുമ്പോൾ അവിടെ ഇവർക്ക് വഹാബിസമില്ല. അപ്പൊ പറഞ്ഞതിന്റെ ആകത്തുക ഇവർക്ക് വിഷയം ഷെയ്ഖോ ത്വരീഖത്തോ CM വലിയുള്ളയോ മഹാന്മാരോ സുന്നത്ത് ജമാഅത്തോ ഇതൊന്നുമല്ല. ഇവർക്ക് വിഷയം AP സമസ്ത, കാന്തപുരം സമസ്ത, അതിനെ എങ്ങനെ തകർക്കാം, എങ്ങനെ തകർക്കാം എന്നുള്ളതാണ്. അത് ഇവർ വെറുതെ ചെയ്യുന്നതല്ല, ഇവർ വാങ്ങിയ കൂലിക്ക് പണിയെടുക്കുകയാണ്. ഇവർക്ക് അതിന് ഇജാസത്ത് കൊടുത്തിട്ടുണ്ട് 15 വർഷം മുമ്പ്. അതിനുള്ള പണിയാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു വലിയ വിപത്തിൽ നിന്ന് സമൂഹത്തെ, സമുദായത്തെ, വളർന്നു വരുന്ന മക്കൾ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.